നിയമസഭയിൽ പാലക്കാട് ബ്രൂവറി അഴിമതി ആരോപണം തള്ളിയും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. തീരുമാനം മദ്യനയത്തിന്റെ ഭാഗമാണെന്നും വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് ഒരു മഹാപാപമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷമുയർത്തിയ അഴിമതി ആരോപണങ്ങൾ തള്ളുന്നതുമായിരുന്നു നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. വ്യാജ പ്രചാരണങ്ങൾക്ക് അധികം ആയുസുണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല വ്യവസായ നിക്ഷേപ പദ്ധതിയാണ്. മദ്യനയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്നും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നെന്ന് വിചാരിക്കുക. ടാറ്റയോട് നിങ്ങൾ വേറെ ഞങ്ങൾ ടെൻഡർ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയായ പദ്ധതിയാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകുമെന്നുള്ളത് തന്നെയാണ് ഈ നയത്തിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദമല്ലെന്ന ആക്ഷേപം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ഹബ്ബായി മാറി. സംസ്ഥാനത്ത് ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നിവ നടപ്പായി. 2028 വിഴിഞ്ഞം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കും. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ജനങ്ങളുടെ ചിന്താമരവിപ്പ് 2016 ഇടത് സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് മാറിത്തുടങ്ങിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.